ഈ കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക്, സൈലന്റ് ഹാർട്ട് അറ്റാക്ക്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് നിന്ന് പോകുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹാർട്ട് നിന്ന് പോയി, ഹാർട്ടിന് പ്രവർത്തനം നിലയ്ക്കുന്നു. ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റിനുള്ള ഒരു കാരണം മാത്രമാണ്. എപ്പോഴും കാർഡിയാക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും ഒന്നല്ല. മനസ്സിലായോ? ഹാർട്ട് നിലച്ച് പോകുന്നതിനാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് വരാനുള്ള ഒരു കാരണം മാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹൃദയ താളത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് കാർഡിയാക് അറസ്റ്റ് വരാം. എല്ലാ കാർഡിയാക് അറസ്റ്റും നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആവണമെന്നില്ല. ഇനി സൈലൻ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു, പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ വേറൊരു കാരണത്തിന് വേണ്ടി ECG എടുക്കുമ്പോഴോ എക്കോ ടെസ്റ്റ് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഓൾറെഡി ആ ഒരു വ്യക്തിക്ക് പണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് മനസ്സിലാവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ടിപ്പിക്കലായിട്ട് വന്ന സിംറ്റം ആയിരിക്കത്തില്ല ചിലപ്പോൾ അദ്ദേഹത്തിന് പണ്ട് വന്നത്. ചിലപ്പോൾ ചില മൈനർ സിംറ്റംസ് ചിലപ്പോൾ നെഗ്ലക്റ്റ് ചെയ്ത് പോയി കാണും. അത് അദ്ദേഹത്തിന് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഭവിച്ചു കാണും. പ്രത്യേകിച്ച് ഫീമെയിൽസ്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവർക്ക്, ഇവർക്കെല്ലാം നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി ECG എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എക്കോ ടെസ്റ്റ് നോക്കുമ്പോഴൊക്കെ ആയിരിക്കും മനസ്സിലായത് നമുക്ക് ഇവർക്ക് പണ്ടേ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെന്നുള്ളത്. അതാണ് സൈലൻ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്.